പേരൻസിനും ബ്രൈഡിന്റെ പേരൻസിനും സിബ്ലിങ്സിനും കൂടി എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് വേണമെന്നാണ്. കൂടുതലൊക്കെ ഒന്നും ചോദിച്ച് കുഴപ്പിക്കൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് ആരെയും തുടങ്ങണം. ഓക്കെ, ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ അദ്വൈത് ബ്രോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസ്റ്റഗ്രാമിലേക്ക് ഏറ്റവും വലിയൊരു ഊർജ്ജമാണ് അല്ലേ? മില്യൺസ് ആൻഡ് മില്യൺസ് അല്ലേ? ഈച്ച് ആൻഡ് എവറി വീഡിയോസിനൊക്കെ മില്യൺ വ്യൂസ് ഉള്ള സ്റ്റാർ എന്ന് തന്നെ പറയാം അല്ലേ? സ്റ്റാർ ആണ്. ഏതൊരു മൊമെന്റിലാണ് ഓക്കെ ദിസ് ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ചൂസ് ഫോർ എവർ, അങ്ങനെ തോന്നിയൊരു മൊമെന്റ് പറയാവോ നമ്മളുടെ ബ്രോനെ പറ്റി? റൈറ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ കെയറിങ്ങും ലവിങ്ങും അതൊക്കെ തന്നെ. കെയറിങ് ഓരോ ഞാനൊരു കെയറിങ് ഏട്ടായി അല്ല. ഇല്ല, ആദ്യം കണ്ടപ്പോൾ ഒരു കണക്ഷൻ തോന്നുമല്ലോ. അങ്ങനെ റൈറ്റ് മോമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ന ഒരു കാര്യം സ്പെസിഫൈ ആയി പറയാൻ പറ്റൂല. റൈറ്റ് മൊമെന്റ്സ് ആണ്, എല്ലാവരും മൊമെന്റ് ഉണ്ട്. സോ ഒരുപാട് റൈറ്റ് മൊമെന്റ്സ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അദ്വൈത് ബ്രോ ഒരു കെയർ ഏട്ടായി ആണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ തോന്നുന്നവരൊന്ന് കൈയടിക്കാവോ? സോ ഓൾറെഡി ടാഗ് ലൈൻ വീണു. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് റീൽസിലൊക്കെ ഓൾറെഡി കുറേ കോണ്ടന്റ്സ് ഇതിനെ പറ്റി തന്നെ ബേസ് ചെയ്യാം. അങ്ങനെ പറയാനാണെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കെയറിങ് ആണ്. അങ്ങനെ ക്രിഞ്ച് സാധനങ്ങൾ വേണ്ട, കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. ഒറ്റ വേർഡ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻ നിൽക്കാൻ അല്ലേ? കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്നില്ലേ? ഏത് മൊമെന്റ് ആണ്, എന്ത് ക്വാളിറ്റി ആണ് ആളിൽ കണ്ടത്? അല്ല, അങ്ങനെയല്ല. ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. ലൈക്ക് എല്ലാം നമുക്ക് ഒത്തു വന്ന് അല്ലേ? എൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെയാണ്. അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്, ഒരു ക്വാളിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആദ്യം പറഞ്ഞത് തന്നെ ഭയങ്കര സ്മാർട്ടാണ്, ഹോട്ടാണ്. ഓക്കെ, അപ്പോൾ 2 ക്വാളിറ്റി അവർ ഓൾറെഡി പറഞ്ഞു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ് ഇന്ന് ഇവിടെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് അല്ലേ? അതെ. അപ്പൊ അതിനെ പറ്റി സംസാരിക്കാനെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്നല്ല സംസാരിക്കാൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതിനെപ്പറ്റി സംസാരിക്കാനെങ്കിലും നിങ്ങൾ കുറച്ചധികം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ഈ ഒരു മൊമെന്റിൽ ഡ്രീം കം ട്രൂ മൊമെന്റ്? നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡേ വന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കണം. സോ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ? ഹാപ്പിയായി, ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. വെരി ഹാപ്പി. ലൈക്ക് ഇതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. ഇപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹവും സ്വപ്നവും എല്ലാം ഒരു ദിവസം കൊണ്ട് നമ്മളിവിടെ കാണുകയാണ്. ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഇഷ്ടപ്പെടുന്ന, നമ്മളെ അറിയുന്ന, നമുക്കറിയുന്ന എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഇവൻ്റ്, എല്ലാവരും ചിരിച്ച മുഖങ്ങളോടുകൂടി നിൽക്കുന്നത്. അതിപ്പോൾ റിയലായിരിക്കുന്നു. എല്ലാവരും കൂടി ഉണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടിയോടെയുണ്ട്. സോ ഒരുപാട് സന്തോഷം ആൻഡ് വെൽക്കം. താങ്ക് യു. സോ അവർ